സ്നേഹമുള്ളവരെ, 2024 ലോഗോസ് ക്വിസിനായുള്ള പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളിൽ അവസാനത്തേത്, അതായത് പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഓർക്കണേ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്തു വയ്ക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ഭാരമുള്ള നുകം. ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: മരണദിനത്തെക്കുറിച്ച്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ എന്തിന് അധീനരായി തീരുന്നു? ഉത്തരം: കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം. കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായി തീരുന്നതാര്? ഉത്തരം: രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ മനുഷ്യന് വിഭ്രാന്തി ഉളവാക്കുന്നതെന്ത്? ഉത്തരം: നിശാനിദ്ര. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും 7 ഇരട്ടിയായി വന്നു ചേരുന്നത് ആർക്ക്? ഉത്തരം: പാപിക്ക്. എല്ലാ ജീവികൾക്കും, അതായത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വന്നു ചേരുന്നുവെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം: മരണം, രക്തച്ചൊരിച്ചിൽ, കലഹം, വാള്, ആപത്ത്, ക്ഷാമം, പീഡനം, മഹാമാരി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. അധ്യായവും വാക്യവും ഏത്? ഉത്തരം: പ്രഭാഷകൻ 40-ാം അധ്യായം 11-ാം വാക്യം. എന്തെല്ലാമാണ് നിർമാർജനം ചെയ്യപ്പെടുമെന്ന് പറയുന്നത്? ഉത്തരം: കൈക്കൂലിയും അനീതിയും. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ എന്തെല്ലാമാണ് എന്നേക്കും നിലനിൽക്കുമെന്ന് പറയുന്നത്? ഉത്തരം: വിശ്വസ്തതയും ദാനധർമ്മവും. ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ എന്താണ് ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുമെന്ന് പറയുന്നത്? ഉത്തരം: സമ്പത്ത്. ഔദാര്യശീലന് എന്ത് ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സന്തോഷം. ആരാണ് നിശേഷം പരാജയപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പാപികൾ. ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ലെന്ന് പറയുന്നത്? ഉത്തരം: ദൈവഭയമില്ലാത്തവൻ്റെ. ആരെയാണ് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ എന്ന് പറയുന്നത്? ഉത്തരം: ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി. കാരുണ്യം എന്തിൻ്റെ ആരാമം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അനുഗ്രഹത്തിൻ്റെ. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ വിശ്വസ്തതയും ദാനധർമ്മവും എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: 40-ാം അധ്യായം 12-ാം വാക്യവും 17-ാം വാക്യവും. ജീവിതം മധുരമായിരിക്കുന്നത് ആർക്കെല്ലാമാണ്? ഉത്തരം: സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തെല്ലാമാണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരങ്ങളെക്കാളും വിലമതിക്കപ്പെടുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം: നിഷ്കളങ്കയായ ഭാര്യ. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: ജ്ഞാനതൃഷ്ണയെ. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്ന കുഴലിനേക്കാളും കിന്നരത്തെക്കാളും ആസ്വാദ്യമായതെന്താണ്? ഉത്തരം: ഇമ്പമുള്ള മനുഷ്യസ്വരം. വയലിലെ ഇളം തളിരുകൾ എന്തിനേക്കാൾ ആനന്ദദായകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ.
സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണെങ്കിലും ആരുടെ സന്ദർശനമാണ് അതിനേക്കാൾ ഹൃദ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരുടെ. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നവർ ആരെല്ലാമാണ് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സഹോദരരും സഹായകരും. സഹോദരരെക്കാളും സഹായകരെക്കാളും സുരക്ഷിതമായ അഭയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം ദാനധർമ്മം. സദുപദേശം എന്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും. എന്തെല്ലാമാണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുന്നത്? ഉത്തരം ധനവും ബലവും. ധനത്തെക്കാളും ബലത്തെക്കാളും അഭികാമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവഭക്തി. ദൈവഭക്തി വഴി എന്തുണ്ടാകില്ലെന്നാണ് പറയുന്നത്? ഉത്തരം നഷ്ടമുണ്ടാകില്ലെന്ന്. ദൈവഭക്തന് എന്തു തേടേണ്ടതില്ലെന്നാണ് പറയുന്നത്? ഉത്തരം അന്യസഹായം. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയെല്ലാമാണ്? ഉത്തരം കാരുണ്യത്തെയും ദൈവഭക്തിയെയും. ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്, ഭിക്ഷാടനത്തേക്കാൾ ഭേദമെന്ന് പറയുന്നത് എന്താണ്? ഉത്തരം മരണം. മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ്റെ എന്താണ് ജീവിതം എന്ന പേരിന് യോഗ്യമല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അസ്തിത്വം. അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനനാക്കുന്നു. ആര്? ഉത്തരം മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിർലജ്ജൻ്റെ. താങ്ക് യു.